ഇത്തിരി പറ. ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ ചിരിച്ച് മണ്ണ് കപ്പി ഈ വീഡിയോ കണ്ടപ്പോ. നിങ്ങളെ എല്ലാവരും കണ്ട സാധനമാണെന്ന് എനിക്കറിയാം. ഞാൻ അമ്മാതിരി ചിരിച്ചു. ഞാൻ സത്യം കുറെ ദിവസത്തിന് ശേഷം ഇന്നാണ് ഞാൻ ഒന്ന് അറിഞ്ഞ് ചിരിക്കണം ഒരു ഈ വീഡിയോ കണ്ടപ്പോ. സത്യം പറയാം, ഞാൻ ഇരുന്ന് ചിരിക്കുമായിരുന്നു. ഈ വീഡിയോ ഫുള്ള് കണ്ടപ്പോഴേ ഇരുന്ന് ചിരിക്കുമായിരുന്നു. ഒന്നൊന്നര ചിരി. പിന്നെ വേറൊരു കേസ്, എനിക്ക് ആനയുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് ബസ്സുണ്ട്, എനിക്ക് ലാറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറെ ടീമുള്ളത് പോലെയാണ് നമ്മുടെ ഈ സിബി അണ്ണനും ചേച്ചിയും കൂടി ഒരുമിച്ച് എത്തിയത്. മിനി കൂപ്പർ, കഴിഞ്ഞ ദിവസം ജാഗർ, എല്ലാം കൂടിയായിട്ട് നിരത്തി ഓരോ വണ്ടിയിൽ വരെയാണ് മാസം കാണിക്കണം. അവിടെ മിക്കവാറും ഇൻകം ടാക്സ് റൈഡ് നടത്തേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. കാരണം എല്ലാ ലക്ഷറി സാധനങ്ങളോടെ ഉണ്ട്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ വളർന്നെന്നൊക്കെ ഉള്ളതിനടുത്ത് മിക്കവാറും അടുപ്പിച്ച് റൈഡ് വേണ്ടി വരും ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട്ടിൽ. എങ്ങനെയാണ് ഇത്ര സമ്പാദ്യമൊന്നും അറിയണ്ടേ. കാരണം പിള്ളേർക്ക് ഭയങ്കര ശമ്പളമാണ് കൊടുക്കുന്നത്. സാലറി 40 to 50 അങ്ങനെ ആ ഒരു ലെവലിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിച്ചം പിടിച്ച് കഞ്ഞുപിടിക്കുള്ള വക പോലും മിക്കവാറും കാണത്തില്ലല്ലോ. എന്നാലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കാരണം അത്രയും സാലറി പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് നോക്കണമല്ലോ എന്താണെന്ന്. അമ്മാതിരി വിഷയമാണ്. എന്തായാലും അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ വീഡിയോ ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഫുള്ളല്ല, കുറച്ച് എന്റർടൈൻമെന്റ് ആണ്. ഈ അണ്ണന്റെ വീഡിയോ ഫുൾ എന്റർടൈൻമെന്റ് ആണ്. എൻ്റെ വീഡിയോയിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ അണ്ണ നിങ്ങളെ കാണാനില്ല. ഈ ഒരു വിവാദം വന്നതിന് ശേഷം നിങ്ങളെ പൊടിയിട്ട് നോക്കിയാൽ കാണാനില്ലായിരുന്നു. നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ചങ്ങ് മൊഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. സ്വയമേ ഈ പൊക്കി പറയുകയാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ അടിക്കുമ്പോൾ ഈ സ്വയം പൊക്കി SP എന്നൊക്കെ നമ്മൾ വിളിക്കും. സ്വയം പൊക്കി എന്നൊക്കെ പറയുന്ന കുറെ ടീംസ് ഉണ്ട്. അതായത് ഞാനാണ് വലിയ സംഭവം ഒന്ന് സ്വയം പൊക്കി പറയും മറ്റുള്ളവരുടെ അടുത്ത്. ആ ഒരു അണ്ണനാണ് ഞാൻ അണ്ണനിൽ ഇന്ന് കണ്ടത്. നോക്കാം. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ബിസിനസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റും. ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ്. 5 പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് 500 5,000 ആൾക്കാർ എനിക്ക് കഴിവുണ്ട്. അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോണ്ട് തെക്കോട്ട് വടക്കോട്ട് നടക്കുകയല്ല. എനിക്ക് എൻ്റെ കഴിവ് എനിക്ക് ആനയുടെ വലിപ്പത്തെ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ കല്ലെറിഞ്ഞാലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യം എൻ്റെ മനസ്സാക്ഷിയോട് എനിക്ക് കാണിച്ചാൽ മതി. എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീലൻ ഫഷിയെ പോലെ പറന്നുയരും. അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ. ഇനി നമുക്ക് ഓരോന്ന് കണ്ടു മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. എന്തുവാണ് നടക്കുന്നത്? ചങ്കാണേ സാറും ചേച്ചി ഞങ്ങളുടെ ചങ്കാണേ സാറും ചേച്ചി ഞങ്ങളുടെ ചങ്കാണ്. ചായെങ്കിലും വാങ്ങിച്ചു കൊടുത്താ പിള്ളേർക്ക്. അതാ ഇപ്രാവശ്യം വാങ്ങിക്കൊടുത്തിട്ട് അവരെ പൈസ ഈടാക്കിയ എന്താണ് ഏർപ്പാട് അറിയാൻ പാടില്ലാത്തുണ്ടായിച്ചേ. അതാണ് സ്ഥിരം പരിപാടി. കാരണം പിള്ളേർക്ക് KFCയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പം മറ്റേ ചെക്കിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങുന്ന സ്ഥിരം പരിപാടി ആയതുകൊണ്ടാണ് ചോദിച്ചത്. ചായ ഇവിടെ വാങ്ങിച്ചു കൊടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്തതാണ്. പിള്ളേരൊക്കെ എൻ്റെ മോനെ ഞാൻ ജയിച്ചൊന്നും കൊടുക്കണില്ല. നിങ്ങൾ കണ്ട സാധനങ്ങളാ. ഇമ്മാതിരി വിളി ജയിച്ച് ചങ്കാണേ സാറും ചേച്ചി ഞങ്ങളുടെ മേഡം എന്നാണെന്ന് തോന്നാൻ വിളിക്കണേ. ചങ്കാണ് എൻ്റെ മോനെ. ഞാൻ ചിരിച്ച് ഇല്ലാണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് മറ്റേ നമ്മുടെ 2x പോലെ 1.5x ഇട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. പെട്ടെന്ന് ഇത് കോമഡി തുടങ്ങി ഞാൻ മാറ്റി നോർമലാക്കിയിട്ടിരുന്നതാണ് കണ്ടത്. അമ്മാതിരി ഞാൻ ചിരിച്ച് ചേർത്ത് വീഡിയോ ഉണ്ട്. എൻ്റെ മോനെ. എന്തായാലും നമ്മളെ സിബി അണ്ണ ആദ്യമായിട്ടൊന്ന് മുഖം കാണിച്ച് ഈ വിവാദത്തിന് ശേഷം ഒന്ന് തലയെത്തി പറഞ്ഞു. അതും സ്വയം പൊക്കി പറഞ്ഞു. ഇതിനുശേഷം ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ടിട്ട് അണ്ണൻ കുറച്ച് സാധനങ്ങൾ പറയുന്നുണ്ട്. ഒരു വോയിസ് അണ്ണൻ്റെ വോയിസിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പം ആ വോയിസിന് ക്ലിയർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അപ്പോൾ ലാസ്റ്റ് ഇവരെ വീട്ടിൽ നിന്നൊക്കെ കയറിപ്പോയി ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് അവസാനം ഇല്ലുമിനാണ്ടി ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഡാൻസ് വൈബ്. ഇതൊക്കെ കാണുമ്പോൾ ആരായാലും ഒരു ജോലി ആഗ്രഹിച്ചു കേട്ടോ ആ സ്ഥാപനത്തിൽ. പക്ഷെ വന്ന് പെടുന്നവർക്ക് അതിന്റെ അവസ്ഥ അറിയാവും. എന്തായാലും നമുക്ക് ലാസ്റ്റ് നമ്മുടെ സിബി അണ്ണൻ പറയാൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒലിവിയയിൽ ലേബേഴ്സിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അതായത് പുറത്തുനിന്ന് വെറും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരമുള്ള ഒരു പെൺകുട്ടി
ഞങ്ങളുടെ ഓൺലൈൻ വരികയും ആ കുട്ടിക്ക് ജോലി കൊടുത്ത് ഷോപ്പിലേക്ക് വിടുകയും 2 ദിവസം ഇന്ന് വളരെ സന്തോഷമായി ആ കുട്ടി സമയക്രമം പാലിക്കാൻ പറ്റാത്ത ഷോപ്പ് വേറെ ഓൺലൈൻ വേറെ. ഷോപ്പിൻ്റെ സമയം 9:30 മുതൽ 6 വരെ 7 വരെയാണ് സമയം. ഓൺലൈനാണ് 11 മുതൽ 5:30 വരെ. രണ്ടും രണ്ട് രീതിയിൽ അല്ലേ? 11 മുതൽ 5:30 വരെ ഓൺലൈനിൽ. നിങ്ങൾ ആഡിൽ എന്താ പറഞ്ഞ? വെറും 3 മണിക്കൂർ ജോലി അല്ലേ? വെറും 3 മണിക്കൂർ ജോലി. അപ്പൊ നിങ്ങൾ പറ്റിച്ചല്ലേ അവിടെ ഓരോ ആൾക്കാരെ കൊണ്ടുവന്നത്? പറ്റിച്ചല്ലേ കൊണ്ടുവന്നത്? നിങ്ങൾ കാരണം നിങ്ങളുടെ പരസ്യത്തിൽ പറഞ്ഞു വെറും 3 മണിക്കൂർ ജോലി എന്ന്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു 11 മുതൽ 5 മണി വരെ. 12, 1, 2, 3, 4, 5, 6 മണിക്കൂർ ജോലിയായില്ലേ? അപ്പൊ അത് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് കള്ളത്തനം. പൊളിഞ്ഞില്ലേ മക്കളെ? ഇതാണ് പറയുന്നത്. നമ്മൾ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും, ഒറ്റ പോയിന്റ് ആയിരിക്കും. ഇത് കള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുമ്പോഴാണ് ഓരോന്നായിട്ട് ദൈവം ഓരോ സ്ഥലത്ത് ഓരോ പോയിന്റ് ഇടുകയും തൂക്കുകയും ചെയ്യുന്നത്. മനസ്സിലായ വല്ലത് മനസ്സിലായ? എന്റെ സിബി അണ്ണ, നിങ്ങൾ ഉടായ്പകളൊക്കെ പൊങ്ങുകയാണല്ലോ വീണ്ടും. രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആ കുട്ടി ഷോപ്പിലാണ് പോയിരിക്കുന്നത്. ഷോപ്പ് പ്രവർത്തിക്കുന്നത് 10-18 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. വെറും 2 ദിവസത്തേക്കിന് പോയി അത് നിർത്തി. ഇൻസ്റ്റഗ്രാമിൽ അതൊരു ചോദ്യം ചോദിച്ചു, ഒലിവിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കഴിഞ്ഞ 10-18 വർഷമായി ഒലിവിയ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വൻ വിജയത്തിലേക്ക് വന്ന് ഇന്ന് ഓപ്പോസിറ്റ് വസ്തു മേടിച്ച് അവിടെ ഷോറൂം പണിയാനിരിക്കുന്ന ഞാൻ, നാട്ടുകാരുടെ അഭിപ്രായം ആ കുട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടാണല്ലോ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ വരെ എത്തിയത്. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ? അവിടെ വന്നിട്ട് പോയ ജോലി ചെയ്ത ഓരോ പിള്ളേരെ അടക്കമാണോ എന്ന് പറഞ്ഞ് ഇനി സർട്ടിഫിക്കറ്റിന് വേറെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അകത്ത് നടന്ന ഓരോ പ്രവൃത്തിയുമാണ് ഓരോരുത്തരും അവിടെ ജോലി ചെയ്ത ഓരോ സ്റ്റാഫുകളും പുറത്ത് പറഞ്ഞത്. മനസ്സിലായ? എന്നിട്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന്. പിന്നെ കളി എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായി. ആദ്യം തന്നെ കള്ളം പൊളിഞ്ഞു. ഫസ്റ്റ് വോയിസിൽ തന്നെ എൻ്റെ സിബി എണ്ണ നിങ്ങൾ 3 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞിട്ട് 6 മണിക്കൂർ ജോലിയാണ് കൊടുത്തു വെച്ചിട്ട്. അപ്പൊ അത് ലോക ഫേക്കല്ലേ ആ സാധനം? ഉത്തരവുണ്ടോ സിബി എണ്ണ? ഇനി അടുത്ത ന്യായീകരണമായിട്ട് വാ. ഞാനത് 4 വർഷം മുമ്പേ ഇട്ട് ആഡാണെന്ന്. കാരണം ഓൺലൈൻ തുടങ്ങി 3 വർഷമായതേ ഉള്ളൂ. 10-18 വർഷം അടൂക്കാർ എന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ അടൂർ കിടക്കുന്നത് 2 കിലോമീറ്റർ ദൂരെയുള്ള കുട്ടി ഒലിയുടെ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി ആ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുകയും 1 മണിക്കൂർ കൊണ്ട് 1000-something കമൻറ്റ് വരികയും അതിൽ നെഗറ്റീവ് ഉള്ളതൊക്കെ പിൻ ചെയ്യും, പോസിറ്റീവ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. നെഗറ്റീവ് ഒക്കെ പിൻ ചെയ്തു, പോസിറ്റീവ് ഒക്കെ ഡിലീറ്റ് ചെയ്തു. കൊള്ളാമല്ല എൻ്റെ അണ്ണ. എൻ്റെ കമന്റ് ബോക്സ് മിച്ചണ്ട. അതിൽ ഇന്ന് മുതൽ നിങ്ങളുടെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ താഴെ നിങ്ങളുടെ PR-കൾ തലയും പാലും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടിലൊന്ന് വന്നിട്ട് നിങ്ങളുടെ PR-കൾ ഇടന്നങ്ങ് മെഴുകുക. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാം. മനസ്സിലായ? ഞാനത് പേടിച്ചിട്ട് അയ്യോ ഒലിവിയക്കെതിരെ ശക്തമായി വീഡിയോ ഇട്ട് ഞാൻ പേടിച്ചെന്ന് വിചാരിച്ച എൻ്റെ അണ്ണ. ഒരിക്കലില്ല. നിങ്ങൾ PR-കൾ എത്ര അവിടെ കിടന്ന് മെഴുകിയാലും എനിക്കൊരു കോക്കനട്ടില്ല. പിന്നെ കാരണം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ ഇന്നല്ലല്ലോ, കുറച്ച് ഏതാണ്ട് 1 വർഷമായി ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. നിന്നെയൊക്കെ പോലെ കുറേ PR-കളൊന്ന് കളിച്ചാലും നമുക്കൊന്ന് അനങ്ങത്തില്ല. മനസ്സിലായ? നിന്റെ അപ്പുറം PR-കളൊന്ന് കളിക്കുന്ന ടൈമാണ് ബിഗ് ബോസ് ടൈം. മനസ്സിലായ? പിന്നെയാണ് നിന്റെ ഓഞ്ഞ PR-കൾ വന്ന് അങ്ങ് കിടന്ന് മെഴുകുകയല്ലേ. ചുമ്മാ വാരിക്കോല് നമ്മളെ കുറ്റം പറഞ്ഞ് സാറിനെയും ചാട്ടനെയും ഒക്കെ പൊക്കി അങ്ങ് അടിക്കുക PR-കൾ. ഫേക്ക് അക്കൗണ്ട്. തലയും വാലും ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് നാണം ഉണ്ടാടാ നടന്ന് മെഴുകാൻ. അയ്യേ. ഇതിനുശേഷം എന്നോട് ഒരു 14 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ 100ഓളം യൂട്യൂബേഴ്സ് ഒലിവിയെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്തി. അപ്പോൾ അതിൻ്റെ പിന്നിൽ പോർച്ച എന്താണ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് ഇന്ന് 6 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഇച്ചിരി വീഡിയോ ക്ലിയർ ആയിട്ടില്ല. കുറച്ചുകൂടെ എവിഡൻസ്. ഇത് മറ്റേ ഈ സിനിമയിൽ ഏത് അമർ അക്ബർ അന്തോണിയിലുണ്ടല്ലോ, പ്രതികാരം നാളെ ചെയ്താൽ മതിയാന്ന്, പിന്നെ ഒരിക്കൽ ചെയ്താൽ മതിയെന്ന്, മറ്റേ വണ്ടി സ്റ്റാർട്ടാവാതാകും. അതുപോലെയാണ്. ഇന്ന് 6 മണിക്ക് പ്രതികാരം ചെയ്യാൻ വന്നതാണ്. വേണ്ട, ഇനി നാളെ 6 മണിക്ക് കുറച്ചുകൂടി വരാനുണ്ട്. ആ ഒരു ടൈപ്പാണ് എനിക്ക് ഫീൽ ചെയ്ത അണ്ണാ. കിട്ടാറുണ്ട്. നാളെ 6 മണിക്ക് അച്ചു അതുമായിട്ട് നിങ്ങളുടെ ക്ലിയർ ആയ തെളിവുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആദ്യം യൂട്യൂബേഴ്സ് ഒലിവിയെ ആക്രമിച്ചു, പിന്നെ അച്ഛനെ ആക്രമിച്ചു, പിന്നെ എന്നെ വ്യക്തിപരമായി ആക്രമിച്ചു. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. ഞങ്ങളുടെ പ്രൊഡക്റ്റ് വിലക്കുറവാണെന്ന് എല്ലാവരും സമ്മതിച്ചു. ക്വാളിറ്റിയാണ് എല്ലാവരും സമ്മതിച്ചു. ഞങ്ങൾ ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്ന് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കേസ് ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. വേറെ ഒന്നുമല്ല, മിക്സഡ് റിവ്യൂ. കുഴപ്പമുണ്ട്, അങ്ങനത്തെ മിക്സഡ് റിവ്യൂ. അത്യാവശ്യം കുഴപ്പമില്ലെന്നും പറയുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് പിന്നെ അത് നമ്മുടെ വിഷയം ഇവിടെ പ്രോഡക്റ്റോ കാര്യങ്ങളോ അല്ലല്ലോ. കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതിന് പ്രോഡക്റ്റ് ഒന്നും കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം ഇവിടെ കസ്റ്റമർ അല്ല അണ്ണാ, സ്റ്റാഫിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത രീതിയാണ്. നിങ്ങൾ പറഞ്ഞ ഓരോ കള്ളത്തനങ്ങൾ ആഡിലൂടെ പറഞ്ഞ് അവിടെ ഓരോരുത്തരെ വരുത്തുകയും ജോബ് കൊടുത്തിട്ട് അവിടെ ഇട്ട് ചെയ്ത പരിപാടികളാണ് നമ്മൾ പുറത്തുകൊണ്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായ?
അയ്യോ അണ്ണൻ്റെ ന്യായീകരണം ഇപ്പൊ കസ്റ്റമറിൽ കയറി പിടിച്ചിരിക്കുകയാണ്. കസ്റ്റമേഴ്സിനെ കൊണ്ട് പോസിറ്റീവ് റിവ്യൂ ഇട്ടിട്ട് ഒരു കാര്യമില്ല. സ്റ്റാഫ് അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞത്. CB അണ്ണൻ്റെ ഓരോരോ കോമഡികളെ. ഇവർക്ക് ഒരിക്കലും ലേബറിന്റെ വിഷയം അറിയേണ്ട ആവശ്യമില്ല. ഏത് സ്ഥാപനത്തിലും രണ്ടുപേരുണ്ടെങ്കിലും അവർ ലേബർ പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ലേബർ പ്രോബ്ലം പോലെ അല്ല അണ്ണന്റെ സ്ഥാപനത്തിൽ ഉണ്ടായത്. മനസ്സിലായ? അണ്ണ മെഴുകരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഗുരുപൊട്ടും. മനസ്സിലായ? ഓ ബാറ്ററി ലോ ആയി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഗുരുപൊട്ടും. മനസ്സിലായ? മെഴുകരുത് ദയവ് ചെയ്ത്. ലേബർ പ്രോബ്ലം ഒരു പ്രശ്നമല്ല അല്ലേ? കസ്റ്റമേഴ്സിന് മാത്രം സാറ്റിസ്ഫാക്ഷൻ ചെയ്താൽ മതിയാ. ലേബേഴ്സിന് എന്ത് കൊടുക്കണ്ടേ? അത് സിമ്പിൾ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ചങ്കാണ്. അവർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ 5 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇവിടെ വരെ എത്തിച്ച ദൈവം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെ നിഷ്പ്രയാസമാണ്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ദുഷ്ടനെ പന പോലെ വളർത്തും. പന പോലെ വളർത്തും എന്ന് പറയുന്നത് എന്തെന്നാണ്? ഒടിഞ്ഞു വീഴുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു വീഴും. അതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയും ഒരു ചൊല്ലുണ്ട്. ദൈവമല്ലാതെ ദുഷ്ടനെ പന പോലെ വളർത്തും ദൈവം. അങ്ങനത്തെ ഒരു ചൊല്ലും കൂടിയുണ്ട്. അത് വണ്ണം ഒന്ന് ആലോചിച്ച് വെച്ചു. നിങ്ങൾ 10 ദിവസം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ച പൂട്ടുകെട്ടി പോകുന്നത് പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. അത് നിങ്ങൾ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. അതിന് എവിടെയാണ് പുലി എനിക്ക് പുലിയെ കളിക്കാം. ചുമ്മാ കോമഡി പറയാതെ. അറിയില്ല, ആർക്ക് അതിൻ്റെ വലിപ്പം അറിയില്ല. എൻ്റെ കഴിവ് എനിക്കറിയാം. ദൈവം എനിക്ക് കഴിവും ബുദ്ധിയും ഞാനും തന്നിട്ടുണ്ട്. 5 പേരിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ച എനിക്ക് ഈ 40 പേരിൽ നിന്ന് 4000 പേരെ എത്തിക്കാൻ വളരെ സിമ്പിളാണ്. എൻ്റെ വഴി വിശാലമാണ്. ഞാൻ നടന്നു പല പട്ടികളും കുരയ്ക്കാറുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ നടക്കാറില്ല. നമ്മളും പോകുമ്പം ചില പട്ടികൾ കിടന്ന് കുരയ്ക്കാറുണ്ട്. നമ്മളും തിരിഞ്ഞു നോക്കാറില്ല. അതാ ആ കൂട്ടത്തിൽ അങ്ങനെയില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങേണ്ട ഈ പ്രസ്ഥാനം 10-15 അമ്പള വെച്ച് ചെയ്യേണ്ട സാലറി കൊടുത്ത് ചെയ്യാവുന്ന ഈ കാര്യം എന്നെയും കൊണ്ട് കുറേ കുടുംബം രക്ഷപ്പെട്ടെന്ന് കരുതി, ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്താൽ കുടുംബം രക്ഷപ്പെടുമെന്ന് കരുതി എൻ്റെ സ്വന്തം വീട്ടിൽ ചേർത്ത് നിർത്തി ഞാൻ ഇവർക്ക് 40, 45, 50 സാലറി മേടിച്ചതാണ് മിക്കവരും. ഞാൻ വെല്ലുവിളിച്ചു. എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു വ്യക്തി 40 മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഒരാളും അത് തെളിയിക്കാനായിട്ട് വന്നിട്ടില്ല. എൻ്റെ പൊന്നണ്ണ, ചെക്ക് സഹിതം വീഡിയോയിൽ കാണിച്ച പിന്നെ എന്ത് കോക്കനട്ടാ ഈ വർഷം ജനുവരിയിൽ കൊടുത്ത ചെക്ക് സഹിതം 9000 രൂപ കൊടുത്തത്. എന്ത് വേണം പറയാൻ? വരട്ടാ, എല്ലാവരും കൊണ്ടങ്ങ് വരട്ടാ. ഇതാണ് അണ്ണൻ്റെ ഒരു സ്വഭാവം ഒരുമാതിരി. അണ്ണ എൻ്റെ വീഡിയോ കണ്ടില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കുറേ വീഡിയോ ചെയ്ത് കണ്ടില്ല. അണ്ണ ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് നോക്ക്. അപ്പോൾ ഒരാളെ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെട്ട് കരുതിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ എൻ്റെ വോയിസ് കുറേയധികം പുറത്ത് വന്നു. അത് എൻ്റെ വോയിസ് പുറത്ത് വന്നില്ല. അതിന് മുമ്പ് ഒരു സെക്കൻഡ്. പിള്ളേരൊക്കെ ഇത്ര എനർജറ്റിക് ആയിട്ട് കളിക്കണം. വല്ലതും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്ത് അതാ ഇപ്രാവശ്യം തേച്ചാ പിള്ളേരെ. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം. പിള്ളേർ നന്നായിട്ട് ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. പറയുന്ന പോലെ ചെയ്യുന്നു. നല്ല പിള്ളേർ തന്നെയാണ്. കാരണം ഇവിടെ 10-80 പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വീടായിരുന്നു. എൻ്റെ വൈഫ് ഇവരോടൊപ്പം എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവർക്ക് നേരിട്ട് സംസാരിക്കുക ഒന്നും തന്നെ ചെയ്യില്ല. ഞങ്ങൾക്ക് 80 പേരടങ്ങിയ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. 2 പേരെ കൊണ്ടുവന്നില്ല 5000 രൂപ കട്ട് ചെയ്യും, പിന്നെ അത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അത് എൻ്റെ വായും കൊണ്ട് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ഒരാളെ പോലും കട്ട് ചെയ്തിട്ടില്ല ഞാൻ. അങ്ങനെ ഫൈന് വാ കൊണ്ട് പറയും ഞാൻ കട്ട് ചെയ്യാറില്ല. പിന്നെ വാ കൊണ്ട് എന്തിനു പറഞ്ഞു? എന്തിനാണ് പറയുന്നത്? പക്ഷെ എൻ്റെ പൊന്നണ്ണ കിടന്ന് മെഴുകരുതേ. പിള്ളേർക്ക് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഫൈൻ ആർക്കും ഇതുവരെ കട്ട് ചെയ്തിട്ടില്ലെന്ന്. ചെക്ക് നിങ്ങൾക്ക് കിട്ടിയത് എത്ര? 45,000 50,000 കിട്ടിയില്ലേ? പിന്നെ ഫൈനും ബാക്കിയെല്ലാം കൂട്ടി കുറച്ച് കിട്ടുന്നതല്ലേ മറ്റത്. കിടന്ന് മെഴുകല്ലേ. ചേച്ചി പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല. ചേച്ചി പറഞ്ഞതാ, ചേച്ചിയുടെ വോയിസ്. അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്ത് പിന്നെ ബാക്കി മറ്റേ ഫൈനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവർക്ക് കയ്യിൽ വരുന്നത് ഇത്രയൊക്കെ ഉള്ളു. അത് കാരണം കയ്യിലെടുത്തതിന് ശേഷം ഈ പൈസയിൽ നിന്ന് ഫൈനും കാര്യങ്ങളും അടയ്ക്കണം, ഫുഡിൻ്റെയോ ഒക്കെ. അതൊരു ഈ മറ്റേ വെളുപ്പിക്കലാണ്. ഏത് പൈസ മനസ്സിലായ? അതായത് അവർക്ക് സാലറി ലീഗലി കൊടുക്കുകയാണ്, അതായത് ചെക്ക് വഴി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് അവർ പൈസ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട്. മനസ്സിലായി? അത് ഒരു വെളുപ്പീരാണ്. അതാർക്കും അറിഞ്ഞുകൂടെന്ന് വിചാരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ അണ്ണ ഒമിനിയല്ലല്ലോ, മിനി കൂപ്പറും നമ്മുടെ ജാഗോറും ഒക്കെ എടുത്തിട്ടോണ്ട് പോകുന്നു. ഇൻകം ടാക്സ് കയറി റൈഡ് ചെയ്താൽ അണ്ണൻ്റെ ആഫീസ് പൂട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അണ്ണൻ നോക്കിയും കണ്ടൊക്കെ നിന്ന് കളിക്കേട്ടാ. ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. ഒരാൾ പോലും 1 രൂപ മേടിക്കത്തില്ല, 1 രൂപ കൊടുക്കത്തില്ല. നിങ്ങൾ ആര് എൻ്റെ അടുത്ത് സമീപിച്ചാലും ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും ഭക്ഷണമില്ലാത്ത വീടുണ്ട്, അവിടുത്തെ ഫുൾ എക്സ്പെൻസ് ഞാൻ ഏറ്റെടുക്കുന്നതാണ്.
ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആർക്കും ഓരോ കൊടുക്കത്തില്ല. ഫുഡ് ഐറ്റംസ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു കൊടുക്കും. അത് ഞാൻ ഗൂഗിൾ പേ ചെയ്യും. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ട് ഈ പിള്ളേരിൽ നിന്ന് ഫൈൻ ഈടാക്കുമെന്ന് പറയുമ്പോൾ അത് വിവരമുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഇത്രയും പെമ്പിളാരുള്ളപ്പോൾ സ്ട്രോങ് ആയി ചൂടായി സംസാരിക്കും. അത് ഗ്രൂപ്പിലൂടെ നേരിട്ട് സംസാരിക്കത്തില്ല. അപ്പോൾ 5000 കട്ട് ചെയ്യും, 10000 ഇങ്ങനെ കട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അവർ പേടിച്ച് ഫാൾട്ട് വരാതെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകും. കസ്റ്റമർ കംപ്ലൈൻറ്റ് വരികയും മോഷണത്തിന് മാത്രമേ ഞാൻ നിങ്ങൾ ഫൈൻ ഈടാക്കത്തുള്ളൂ. വേറെ ഒരു കാര്യത്തിലും ഇവിടെ ഫൈൻ ഈടാക്കിയിട്ടില്ല. പിന്നെ ഇനി അങ്ങനെ പറയാമല്ലോ. ഇനി അങ്ങനെ പറഞ്ഞങ്ങ് മെഴുകാമല്ലോ. കാരണം ഈ പറയുന്ന പോലെ ചെക്ക് മാറിയതിനു ശേഷം പിള്ളേർ തിരിച്ച് പൈസ തരുന്നതിന് ഒരു തെളിവും ഇല്ലല്ലോ. നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഫൈനിന് ഒരു തെളിവും ഇല്ലല്ലോ. എന്റെ പൊന്നണ്ണ, വോയിസ് കേട്ടാണ് ഇനി കിടന്ന് എത്ര മെഴുകിയിട്ടും എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. കാരണം അമ്മാതിരി വോയിസാണ് നിങ്ങളുടെ വോയിസുകൾ ഞാൻ കേട്ടത് വീഡിയോയിലും വെച്ചിട്ടുണ്ട്. ഇനി കേട്ടത് ഒരുപാട് വീഡിയോയിൽ വയ്ക്കാത്തതും ഉണ്ട്. മനസ്സിലായ? അതുകൊണ്ട് വലിയ നന്നാരൻ കളിക്കുമ്പോൾ അണ്ണൻ സൂക്ഷിച്ച് കളിക്കുക. മനസ്സിലായ? ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയുകയാണ്, നന്നായി കൂടെ എന്നൊക്കെ. കിടന്ന് മെഴുകാതെ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് നന്നായി കൂടെ. ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി അതിനെ പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് ഒരു ഇന്റൻഷനിലും ഒരു താല്പര്യമില്ല. പക്ഷെ വീണ്ടും കിടന്ന് മെഴുകുമ്പോഴാണ് നമുക്ക് ഒരുമാതിരി കുരു പൊട്ടുന്ന. ഹോസ്റ്റൽ ഫ്രീ ആണ്. ഹോസ്റ്റൽ ഫ്രീ എന്ന് പറയുന്നത് സീനിയേഴ്സിന് മുഴുവൻ ഹോസ്റ്റൽ ഫ്രീ ആണ്. ജൂനിയേഴ്സിന് മുഴുവൻ ഹോസ്റ്റൽ ഫ്രീ ആണ്. സീനിയേഴ്സിന് മാത്രമേ ഞങ്ങൾ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു 1000-1500 മേടിക്കുള്ളൂ. 10-40,000. അപ്പോ ഹോസ്റ്റൽ ഫ്രീ ഫുഡ് ഫ്രീ എന്നല്ലേ ആഡിൽ പറഞ്ഞ് വിളിച്ച് കയറ്റിയത്. എന്നിട്ട് ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മൾ സീനിയേഴ്സിൻ്റെ വാങ്ങി തുടങ്ങും. അതെന്താണ് അങ്ങനെ ഒരു സാധനം? അപ്പോൾ എല്ലാ കള്ളധനങ്ങളും ഇതിൽ പൊളിഞ്ഞടുങ്ങയല്ലേ. എന്നിട്ട് അത് ന്യായീകരിക്കണം. 6 മാസം കഴിയുമ്പോൾ എനിക്ക് പറയണമായിരുന്നു ആഡിൽ. ആദ്യത്തെ 6 മാസം എല്ലാവർക്കും ഹോസ്റ്റലും ഫുഡും ഫ്രീ. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഹോസ്റ്റലിനും ഫുഡിനും 1000-1500 ഒക്കെ വാങ്ങുന്നത്. അപ്പൊ ഈ കാണിച്ചതെല്ലാം ഉടായ്പല്ലേ? ആണ് കിട്ടിയിട്ടാണ്. ഫുഡ് ഫ്രീ ഇല്ല. ഫുഡ് ഏത് സ്ഥാപനത്തിലാണ് ഫുഡ് ഫ്രീ ഉള്ളത്? ഇന്ന് കേരളത്തിൽ എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ട്. എന്റെ അണ്ണ, ഏതെങ്കിലും സ്ഥാപനം എന്ന് പറഞ്ഞ് കിടന്ന് മെഴുകേണ്ട കാര്യമില്ല. നിങ്ങൾ ആഡിൽ പറഞ്ഞതാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന്. മനസ്സിലായ? ഇപ്പൊ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ചെയ്തത്. ന്യായീകരിക്കണം വീണ്ടും. എവിടെങ്കിലും ഫുഡോ താമസോ ഫ്രീ കൊടുക്കുമോ? 8-10 കിട്ടുന്നവർ ഹോസ്റ്റലിൽ പകുതി കൊടുത്തിട്ട് 10,000 ഡെപ്പോസിറ്റ് കൊടുത്ത് 6,000-7,000 വാടക കൊടുത്താണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഫുഡ് ഫ്രീ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫുഡ് ഫ്രീ അല്ല. ഫുഡ് വെച്ച് കഴിക്കുന്ന ഗ്യാസ് ഫെസിലിറ്റി അവിടെ ഉണ്ട്. പിന്നെ താമസം ജൂനിയേഴ്സിന് മുഴുവൻ 4 മാസം വരെ ജൂനിയേഴ്സിന് താമസം ഫ്രീ ആണ്. അതിനുശേഷം ഹോസ്റ്റൽ ഫീസ് മേടിക്കും. അത് 10-40 കൊടുത്തതിന് ശേഷമാണ്. അപ്പൊ ഗ്രൂപ്പിനോട് ചൂടായി സംസാരിച്ചെങ്കിൽ മാത്രമേ. ജൂനിയേഴ്സിന് ആദ്യം 6 മാസം കഴിഞ്ഞ് സീനിയേഴ്സിന്റെ വാങ്ങുന്നായിരുന്നു. ഇതാണ് കള്ളം പറയുന്നതിന്റെ വിഷയം. അടുത്ത 4 മാസം കഴിയുമ്പം ജൂനിയേഴ്സിന്റെ മാറി അവരെന്ന് ഹോസ്റ്റൽ ഫീ വാങ്ങുന്നതായി. ഇതിൽ തന്നെ അണ്ണൻ തന്നെ അണ്ണന്റെ സ്ഥാപനത്തിന്റെ എല്ലാ ഉടായ്പകളും അണ്ണൻ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. എന്റെ പൊന്നണ്ണ, അണ്ണൻ ഇത് കേസ് കൊടുത്ത് മുന്നോട്ട് പോകണം. കാരണം എങ്കിലേ ഇത് കട്ടയ്ക്ക് തെളിവായിട്ട് തെളിവുകൾ അടിസ്ഥാനം ഓരോന്നും വച്ച് സംസാരിച്ച് ഇത് കുരുക്കാൻ പറ്റത്തുള്ളൂ. അണ്ണനെ തന്നെ. മനസ്സിലായോ? അണ്ണൻ ഇത് നിയമപരമായി പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അമ്മാതിരി കള്ളത്തനങ്ങളാണ് ഓരോ വാക്കുകളിലും പടച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ഥാപനം പ്രവർത്തിക്കണം, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വിഷയമായ സ്ഥിതിക്ക് ഇനി മുതൽ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നെനിക്ക് എൻ്റെ മനസ്സിൽ എവിടെ തോന്നുന്നു. ഇനി മുതൽ ചിലപ്പോൾ എങ്കിൽ അങ്ങനെ ചെയ്താൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വിജയം. അതായത് ഈ ഒരു വിഷയം പുറത്ത് കൊണ്ടുവന്ന് ചർച്ചയാക്കി ഇത്രയും വിഷയമാക്കി ഓരോരുത്തരുടെയും വിജയം തന്നെ ഞാൻ പറയത്തുള്ളൂ. അവിടെ വർക്ക് ചെയ്ത് ദുരനുഭവം ഉണ്ടായ ഓരോ ഓരോ സ്റ്റാഫിന്റെ വിജയം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനിയുള്ളവർക്കെങ്കിലും നല്ലൊരു അനുഭവം കിട്ടിയ. മനസ്സിലായോ? എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. അല്ലാണ്ട് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സ്ഥാപനം അടച്ചു പൂട്ടണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ പിന്നെ ഈ പറയുന്ന സിബി അണ്ണന്റെ കുറെ കളികളുണ്ട്. അതും കൂടി കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായി? എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. ദേ ബോയ് ദാ വന്നു.